വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. പി എസ് സിയിലെ മനുഷ്യ ശരീരം എന്ന് പറയുന്ന ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് സിലബസിൽ കൊടുത്തിട്ടുള്ളതായിട്ട് നമുക്കറിയാം അല്ലെ. ആ മനുഷ്യ ശരീരം എന്ന് പറയുന്ന ടോപ്പിക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള 50 ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ക്ലാസ്സിലേക്ക് കടന്നാലോ, ഓരോ ചോദ്യങ്ങളായിട്ട് നമുക്ക് എഴുതി പഠിക്കാം അല്ലെ. വിളർച്ച ഉണ്ടാകുന്നത് എന്തിന്റെ കുറവ് കാരണമാണ്? വിളർച്ച ഉണ്ടാവാനുള്ള കാരണം, വിളർച്ച ഉണ്ടാകുന്നത് എന്തിന്റെ കുറവ് കാരണമാണ്? ഇരുമ്പിന്റെ കുറവ് കാരണമാണ്. വിളർച്ച ഉണ്ടാകുന്നത് എന്തിന്റെ കുറവ് മൂലമാണ്? ഇരുമ്പിന്റെ കുറവ് മൂലമാണ്. കൃത്രിമമായി കോഴിമുട്ട വിരിയിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേര് എന്താണ്? ഇൻക്യുബേറ്റർ എന്നാണ്. എന്താണ് ഉപകരണത്തിന്റെ പേര്? ഇൻക്യുബേറ്റർ. കൃത്രിമമായി കോഴിമുട്ട വിരിയിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേരെന്താണ്? ഇൻക്യുബേറ്റർ എന്നാണ്. വേദനയോട് അമിതമായി ഭയമുള്ളതിനെ എന്ത് വിളിക്കുന്നു? വേദനയോടുള്ള അമിത ഭയത്തെ അൾഗോഫോബിയ എന്ന് വിളിക്കുന്നു. എന്താ വിളിക്കുന്നത്? അൾഗോഫോബിയ. അപ്പൊ വേദനയോടുള്ള അമിത ഭയത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു? അൾഗോഫോബിയ എന്ന് വിളിക്കുന്നു. അൽഷിമേഴ്സ് ദിനം എന്നാണ് അൽഷിമേഴ്സ് ദിനം എന്നത് സെപ്റ്റംബർ 21. അൽഷിമേഴ്സ് ദിനം എന്നാണ് സെപ്റ്റംബർ 21 എന്ത്? അൽഷിമേഴ്സ് ദിനം എന്ന് അറിയപ്പെടുന്നത്. ഏത് ഹോർമോണാണ് ജീവികൾക്ക് ബാഹ്യമായ ചുറ്റുപാടിൽ ആശയവിനിമയം നടത്താൻ സഹായിക്കുന്നത്? അപ്പൊ ആശയവിനിമയം എങ്ങനെയുള്ള ബാഹ്യമായിട്ടുള്ള ചുറ്റുപാടിൽ ആശയവിനിമയം നടത്താൻ ജീവികളെ സഹായിക്കുന്ന ഹോർമോണിന്റെ പേരാണ് ഫിറമോൺ എന്നത്. ഏതാണ് ഹോർമോൺ? ഫിറമോൺ എന്ന ഹോർമോണാണ്. അപ്പൊ ബാഹ്യമായ ചുറ്റുപാടിൽ ആശയവിനിമയം നടത്താൻ ജീവികളെ സഹായിക്കുന്ന ഹോർമോണാണ് ഏത്? ഫിറമോൺ എന്നത്. ഇനി രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ ധാതു ഏതാണ്? രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ ധാതു ഏതാണ്? ഇരുമ്പാണ്. അപ്പൊ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ ധാതു ഏതാന്ന് ചോദിച്ചാൽ നമ്മൾ ഇരുമ്പ് പറയണം. ഇനി അതുപോലെ തന്നെ അടുത്തത് ഇതുപോലെ തന്നെ സെയിം ചോദ്യമാണ്. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം എന്ന് ചോദിച്ചു കഴിഞ്ഞാലും എന്തെന്നെയാ പറയേണ്ടത്? ഇരുമ്പ്. ഇപ്പൊ രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ ധാതു ഇരുമ്പ്, അല്ലെങ്കിൽ രക്തത്തിലെ ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം എന്ന് ചോദിച്ചു കഴിഞ്ഞാലും നമ്മൾ എന്തെന്നെയാ ഉത്തരം പറയാ? ഇരുമ്പ് തന്നെയാണ് ഉത്തരം പറയാ ട്ടോ. അടുത്ത ചോദ്യം നോക്കൂ. ഗ്ലൂക്കോസ് ഉണ്ടല്ലോ, ഈ ഗ്ലൂക്കോസ് ഏത് വിഭാഗത്തിലാ പെടണേന്നാ ചോദിക്കണേ. വൈറ്റമിൻ ആണോ, പ്രോട്ടീൻ ആണോ, കാർബോഹൈഡ്രേറ്റ് ആണോ, ഫാറ്റ് ആണോ? ഗ്ലൂക്കോസ് ഏത് വിഭാഗത്തിൽ പെടുന്നതാണ്? ഗ്ലൂക്കോസ് കാർബോഹൈഡ്രേറ്റ് ആണ്. ഗ്ലൂക്കോസ് ഏത് വിഭാഗത്തിൽ പെടുന്നു? ഗ്ലൂക്കോസ് കാർബോഹൈഡ്രേറ്റ് ആണ്. ഓർത്തു വെച്ചോളൂ ട്ടോ. അടുത്തത് നമ്മള് സിഗ്മണ്ട് ഫ്രോയിഡ് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ ഇദ്ദേഹത്തെ കുറിച്ച് അല്ലെ. ആരാണ്? സിഗ്മണ്ട് ഫ്രോയിഡ്. ഈ സിഗ്മണ്ട് ഫ്രോയിഡ് താഴെ പറയുന്നവയിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദ്യം. ക്ഷയരോഗ ചികിത്സ, മനഃശാസ്ത്ര ചികിത്സ, അപസർപ്പക കഥകൾ, കുഷ്ഠരോഗ ചികിത്സ. എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആളാണ്? മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളാണ്. അപ്പൊ സിഗ്മണ്ട് ഫ്രോയിഡ് എന്തുമായി ബന്ധപ്പെട്ട ആളാണ്? മനഃശാസ്ത്രം. അടുത്തത് ഒരു കൃതിയാണ്. കൃതി ഇതാണ്, അവശ്യ മരുന്നുകളുടെ രാഷ്ട്രീയം. എന്താണ്? അവശ്യ മരുന്നുകളുടെ രാഷ്ട്രീയം. അപ്പൊ അവശ്യ മരുന്നുകളുടെ രാഷ്ട്രീയം എന്ന കൃതി രചിച്ചത് ആരാണ്? അവശ്യ മരുന്നുകളുടെ രാഷ്ട്രീയം എന്ന കൃതി രചിച്ചത് ഡോക്ടർ ബി ഇക്ബാൽ ആണ്. അവശ്യ മരുന്നുകളുടെ രാഷ്ട്രീയം എന്ന കൃതി രചിച്ചത് ഡോക്ടർ ബി ഇക്ബാൽ ആണ്. ഇത്രയും ചോദ്യം ക്ലിയർ ആയല്ലോ. ഇനി അടുത്തത്
വൈദ്യശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? വൈദ്യശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്ന വ്യക്തി ഹിപ്പോക്രാറ്റസ് ആണ്. വൈദ്യശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഹിപ്പോക്രാറ്റസിനെയാണ്. വൈദ്യശാസ്ത്രത്തിന്റെ പിതാവ് ഹിപ്പോക്രാറ്റസ് ആണ്. പ്രാചീന വൈദ്യശാസ്ത്ര ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? പ്രാചീന വൈദ്യശാസ്ത്ര ഗ്രന്ഥം ഇതൊരു പുസ്തകമാണ് അല്ലെ. ഇത് ആര് രചിച്ചതാണ്? ശുശ്രുതന്റെയാണ്. ആരാണ്? ശുശ്രുതൻ രചിച്ചതാണ് പ്രാചീന വൈദ്യശാസ്ത്ര ഗ്രന്ഥം എന്നറിയപ്പെടുന്നത്. അടുത്തത് രോഗപ്രതിരോധ ശാസ്ത്രം. ആ രോഗപ്രതിരോധ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? എഡ്വേർഡ് ജെന്നർ ആണ്. രോഗപ്രതിരോധ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? എഡ്വേർഡ് ജെന്നർ ആണ്. അടുത്ത ചോദ്യം, ഹോമിയോപ്പതിയുടെ പിതാവ് ആരാണ്? ഹോമിയോപ്പതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്, ഹോമിയോപ്പതിയുടെ പിതാവ് ആരാണ്? ഹോമിയോപ്പതിയുടെ പിതാവ് സാമുവൽ ഹാനിമാൻ ആണ്. ആരാണ്? സാമുവൽ ഹാനിമാനെ ഹോമിയോപ്പതിയുടെ പിതാവ് എന്ന് വിളിക്കുന്നു. ഇനി അടുത്തത്, തലമുടിയിൽ അടങ്ങിയിരിക്കുന്ന മാംസ്യം ഏതാണ്? തലമുടിയിൽ അടങ്ങിയിരിക്കുന്ന മാംസ്യം ഏതാണ്? തലമുടിയിൽ അടങ്ങിയിരിക്കുന്ന മാംസ്യം കെരാറ്റിൻ ആണ്. തലമുടിയിൽ അടങ്ങിയിരിക്കുന്ന മാംസ്യം ഏതാണ്? കെരാറ്റിൻ. ആഹാര സാധനങ്ങളിൽ സാക്കറിൻ ചേർക്കുന്നത് എന്തിനാണ്? ആഹാര സാധനങ്ങളിൽ സാക്കറിൻ ചേർക്കുന്നത് മധുരം കൂട്ടാനാണ്. ആഹാര സാധനങ്ങളിൽ സാക്കറിൻ ചേർക്കുന്നത് മധുരം കൂട്ടാനാണ്. അടുത്തത്, ഏറ്റവും നല്ല മാംസ്യ സ്രോതസ് താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ തരാം ടീച്ചർ. പരിപ്പാണോ, ഗോതമ്പാണോ, പച്ചക്കറിയാണോ, ക്യാരറ്റ് ആണോ? ഏറ്റവും നല്ല മാംസ്യ സ്രോതസ് എന്നറിയപ്പെടുന്നത് ഈ പറഞ്ഞവയിൽ പച്ചക്കറിയാണ്. ഏതാണ്? പച്ചക്കറിയാണ്. അടുത്തത്, പ്രഥമ ശുശ്രൂഷയുടെ പിതാവ് ആരാണ്? പ്രഥമ ശുശ്രൂഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഇസ്മാർക്കിനെയാണ്. ആരെയാണ്? ഇസ്മാർക്ക്. പ്രഥമ ശുശ്രൂഷയുടെ പിതാവ് ആരാണ്? ഇസ്മാർക്കാണ്. അടുത്തത്, മാംസ്യത്തെ ദഹിപ്പിക്കുന്ന രാസാഗ്നി ഏതാണ്? മാംസ്യത്തെ ദഹിപ്പിക്കുന്ന രാസാഗ്നിയാണ് പെപ്സിൻ എന്നത്. മാംസത്തെ ദഹിപ്പിക്കുന്ന രാസാഗ്നി ഏതാ മക്കളെ? പെപ്സിൻ ആണ് എന്ന് ഓർത്തുവെക്കാം. അടുത്തത്, നേരത്തെ നമ്മളോട് ചോദിച്ചു ഹോമിയോപ്പതിയുടെ പിതാവ് ആരാണെന്ന്. അടുത്ത ചോദിച്ചത് ഇതാണ്, തിരിച്ചു ചോദിച്ചേക്കാട്ടോ. സാമുവൽ ഹാനിമാൻ ഏത് ശാസ്ത്രശാഖയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സാമുവൽ ഹാനിമാൻ ഹോമിയോപ്പതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അറിയാലോ, ഞാൻ ചോദിച്ചത് അതുപോലെ തന്നെ പറയണമെന്നുള്ളൂ, ചിലത് റിപ്പീറ്റേഷൻ വരാട്ടോ. ഇനി അടുത്ത ചോദ്യം, ശരീരത്തിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ പോഷകം ഏതാണ്? ശരീര വളർച്ചയ്ക്ക് ആവശ്യമായ പോഷകം ഓപ്ഷൻ തന്നേക്കണു. കൊഴുപ്പ്, വൈറ്റമിൻ, മാംസ്യം, ധാതുലവണം. ശരീര വളർച്ചയ്ക്ക് ആവശ്യമായ പോഷകം എന്ന് ചോദിച്ചാൽ ഉത്തരം നമ്മൾ എന്ത് പറയണം? ധാതുലവണം എന്ന് പറയണം. എന്താണ്? ധാതുലവണമാണ്. അടുത്ത ചോദ്യം ഇതാണ്, ഏറ്റവും കൂടുതൽ മാംസ്യം അടങ്ങിയിരിക്കുന്ന ആഹാരം ഏത്? ഏറ്റവും കൂടുതൽ മാംസ്യം അടങ്ങിയിരിക്കുന്ന ആഹാരം ഓപ്ഷൻ തന്നേക്കണു. മത്സ്യം, പാല്, ആപ്പിള്, പയറ്. ഏതാണ്? പയറ്.
ഏറ്റവും കൂടുതൽ മാംസ്യം അടങ്ങിയിരിക്കുന്നത് മത്സ്യത്തിലാണോ, പാലിലാണോ, ആപ്പിളിലാണോ, പയറിലാണോ എന്നാ ചോദിച്ചേക്കണേ. ഉത്തരം ഏതാണ്? പയറാണ്. അടുത്തത് ചരകൻ. ചരകൻ ഏത് വിജ്ഞാന ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ആളാണ്? ചരകൻ ഏത് വിജ്ഞാന ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ആളാണ്? വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട ആളാണ് ചരകൻ. വൈദ്യശാസ്ത്രം. അടുത്തത് പാരമ്പര്യ നിയമങ്ങൾ. പാരമ്പര്യ നിയമങ്ങൾ. പാരമ്പര്യ നിയമങ്ങൾ ഏത് ശാസ്ത്രജ്ഞനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗ്രിഗർ മെന്റൽ. ആരാണ്? പാരമ്പര്യ നിയമങ്ങൾ ഏത് ശാസ്ത്രജ്ഞനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗ്രിഗർ മെന്റൽ. ലോകത്ത്, ലോകത്ത് തന്നെ, ലോകത്ത് ആദ്യമായി ജനിതക മാപ്പ്, ലോകത്ത് ആദ്യമായി ജനിതക മാപ്പ് തയ്യാറാക്കുന്നതിന് ഉപയോഗിച്ചത് ഏത് ശാസ്ത്രജ്ഞന്റെ സാമ്പിളാണ്? ലോകത്താദ്യമായി ജനിതക മാപ്പ് തയ്യാറാക്കാൻ ഉപയോഗിച്ചത് ഏത് ശാസ്ത്രജ്ഞന്റെ സാമ്പിളാണ്? ജെയിംസ് വാട്സന്റെയാണ്. ആരുടെയാണ്? ജെയിംസ് വാട്സൺ. ലോകത്താദ്യമായി ജനിതക മാപ്പ് തയ്യാറാക്കാൻ ആരുടെ സാമ്പിളാണ്? ഏത് ശാസ്ത്രജ്ഞന്റെ രക്തസാമ്പിളാ ഉപയോഗിച്ച്? ആരുടെ രക്തസാമ്പിളാ? ജെയിംസ് വാട്സന്റെയാണ്. എല്ല്, അതുപോലെ തന്നെ പല്ല് എന്നിവയുടെ ശക്തി വർദ്ധിപ്പിക്കാൻ ആവശ്യമായ ഘടകം ഏതാണ്? കാൽസ്യം. എല്ലിന്റെയും പല്ലിന്റെയും ശക്തി വർദ്ധിപ്പിക്കാൻ ആവശ്യമായ ഘടകമാണ് കാൽസ്യം. പ്രായപൂർത്തിയായ ഒരു വ്യക്തിക്ക് ഒരു ദിവസം ആവശ്യമുള്ള കാൽസ്യത്തിന്റെ അളവ് എത്രയാണ്? 1100 മില്ലിഗ്രാം ആണ്. പ്രായപൂർത്തിയായ ആൾക്ക് ഒരു ദിവസം ആവശ്യമുള്ള കാൽസ്യത്തിന്റെ അളവ് 1100 മില്ലിഗ്രാം ആണ്. അടുത്തത് കഞ്ഞിവെള്ളം. ഈ കഞ്ഞിവെള്ളത്തിൽ അയഡിൻ ചേർത്തപ്പോൾ നീല നിറമുള്ളതായി അത് തീരാൻ കാരണമെന്ത്? ഏതു വസ്തുവിന്റെ സാന്നിധ്യം മൂലമാണ് കഞ്ഞിവെള്ളത്തിൽ അയഡിൻ ചേർക്കുമ്പോൾ അതിന് നീല നിറം വരുന്നത്? എന്തിന്റെ സാന്നിധ്യമാണ് മക്കളെ? അന്നജത്തിന്റെ സാന്നിധ്യമാണ്. അപ്പൊ കഞ്ഞിവെള്ളത്തിൽ അയഡിൻ ചേർക്കുമ്പോൾ കഞ്ഞിവെള്ളത്തിന് നീല നിറമുണ്ടാവാൻ കാരണം എന്താണ്? അയഡിന്റെ സാന്നിധ്യമാണ്. അടുത്തത് നോക്കൂ, ഉമിനീര്. എന്താണ്? ഉമിനീര് ഏത് ഭക്ഷ്യ ഘടകത്തിന്മേലാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് ചോദ്യം. ഉമിനീര് ഏത് ഭക്ഷ്യഘടകത്തിൽ പ്രവർത്തിക്കുന്നു? ടീച്ചർ ഓപ്ഷൻ തരട്ടെ. മാംസ്യത്തിലാണോ, ധാതു ലവണങ്ങളിലാണോ, കൊഴുപ്പിലാണോ, അന്നജത്തിലാണോ? എന്തിലാ ഉമിനീര് ലയിക്കണേ? അന്നജത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഉമിനീര് അന്നജം എന്ന ഭക്ഷ്യഘടകത്തിലാണ് പ്രവർത്തിക്കുന്നത്. ആഹാരത്തില് എത്രമാത്രം ഊർജം അടങ്ങിയിരിക്കുന്നു എന്നത് നിർണയിക്കുന്നത് ഏത് യൂണിറ്റാണ്? ഏത് യൂണിറ്റ് ഉപയോഗിച്ചിട്ടാണ് ആഹാരത്തിലെ ഊർജത്തിന്റെ അളവ് നമ്മൾ നിയന്ത്രിക്കുക? കലോറി. നിയന്ത്രിക്കുകയല്ല, നിർണയിക്കുകയാണ് കേട്ടോ. ആഹാരത്തിൽ അടങ്ങിയിരിക്കുന്ന ഊർജം നിർണയിക്കുന്ന യൂണിറ്റ് ഏതാണ്? കലോറിയാണ്. അടുത്തത് നിങ്ങൾക്ക് അറിയുന്നതാണ് ലോക ആരോഗ്യ ദിനം എന്നാണ്. ലോക ആരോഗ്യ ദിനം എന്ന് വിളിക്കുന്നത് ഏപ്രിൽ 7-നെയാണ്. ലോകാരോഗ്യ ദിനമായി ആചരിക്കുന്നത് ഏതാണ്? ഏപ്രിൽ 7 അടുത്തത് ആരോഗ്യം എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നത്? ഓപ്ഷൻസ് നോക്കിക്കോളോ. തടിച്ച ശരീരം, ഉയർന്ന ജീവിത നിലവാരം പുലർത്തുന്ന അവസ്ഥ, രോഗമില്ലാത്ത അവസ്ഥ, മാനസിക സന്തോഷം. ആരോഗ്യം എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നത്? രോഗമില്ലാത്ത അവസ്ഥ. ആരോഗ്യം എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നത്? രോഗമില്ലാത്ത അവസ്ഥയാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആരോഗ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയില്ലേ? അടുത്ത ചോദ്യം ഇതാണ്.
വെസ്റ്റ് നൈൽ എന്താണ്? ഒരു ചോദ്യമാണ്. വെസ്റ്റ് നൈൽ. അപ്പൊ നൈൽ എന്ന് പറയുന്നത് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു നദിയൊക്കെയാണ് അല്ലെ. അപ്പൊ നമുക്ക് അങ്ങനെ തോന്നാം. ഓപ്ഷൻ ആദ്യം തന്നെ അതാ കൊടുത്തക്കണേ. നദി, ആത്മകഥ, അസുഖം, യാത്രാ വിവരണം. വെസ്റ്റ് നൈൽ എന്താ സംഭവം? ഒരു അസുഖമാണ്. വെസ്റ്റ് നൈൽ എന്ന് പറയുന്നത് എന്താന്ന് മനസ്സിലാക്കുക? ഒരു രോഗമാണ് എന്ന് മനസ്സിലാക്കുക. മനുഷ്യന്റെ ആമാശയത്തിൽ കാണുന്ന ആസിഡ് ഏതാണ്? മനുഷ്യന്റെ ആമാശയത്തിൽ കാണുന്ന ആസിഡ് ഏതാണ് മക്കളെ? ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. എന്താസിഡാ? ഹൈഡ്രോക്ലോറിക് ആസിഡ്. മനുഷ്യന്റെ ആമാശയത്തിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണുള്ളത്. ആദ്യമായിട്ട് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി നടത്തിയത് ഏത് ഡോക്ടറാണ്? ക്രിസ്ത്യൻ ബെർണാഡ് ആണ്. ആരാ നടത്തിയേ? ക്രിസ്ത്യൻ ബെർണാഡ് ആണ് ആദ്യമായി ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി നടത്തിയത്. ആരാണ്? ക്രിസ്ത്യൻ ബെർണാഡ് ആണ്. അടുത്തത് ലൈംഗിക ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് ഗ്രന്ഥിയാണ്? ലൈംഗിക ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയുടെ പേര് ഗൊനാഡ് ഗ്രന്ഥി എന്നാണ്. ഏത് ഗ്രന്ഥിയാ ലൈംഗിക ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുക? ഗൊനാഡ് ഗ്രന്ഥിയാണ്. ഏത് ഗ്രന്ഥിയാണ്? ഗൊനാഡ് ഗ്രന്ഥി. അടുത്തത് നോക്കൂ. പേപ്പട്ടി വിഷത്തിന് മറുമരുന്ന് കണ്ടുപിടിച്ചത് ആരാണ്? പേപ്പട്ടി വിഷത്തിന് മറുമരുന്ന് കണ്ടുപിടിച്ചത് ലൂയി പാസ്റ്റർ ആണ്. ആരാ കണ്ടുപിടിച്ചേ? ലൂയി പാസ്റ്റർ. പേപ്പട്ടി വിഷത്തിന് മറുമരുന്ന് കണ്ടുപിടിച്ചത് ആരാണ്? ലൂയി പാസ്റ്റർ ആണ്. അടുത്തത് റാബീസ് എന്ന പ്രതിരോധ വാക്സിൻ വികസിപ്പിച്ചത്. റാബീസ് പ്രതിരോധ വാക്സിൻ ആരിനെ വികസിപ്പിച്ചത്? ലൂയി പാസ്റ്റർ തന്നെയാണ്. റാബീസ് പ്രതിരോധ വാക്സിൻ വികസിപ്പിച്ചത് ആരാണ്? ലൂയി പാസ്റ്റർ ആണ് കേട്ടോ. ലൂയി പാസ്റ്റർ. അടുത്തത് ആരാണ് പെൻസിലിൻ കണ്ടുപിടിച്ചത്? പെൻസിലിൻ കണ്ടുപിടിച്ച ആളുടെ പേര് അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ്. പെൻസിലിൻ കണ്ടുപിടിച്ചത് ആരാണ്? അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ്. പെൻസിലിൻ കണ്ടെത്തിയത് അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ്. അടുത്തത് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഏതാണ്? ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന അവയവം പാൻക്രിയാസ് ആണ്. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത് പാൻക്രിയാസ് ആണ്. ആരോഗ്യമുള്ള ഒരു മനുഷ്യന്റെ ഹൃദയമിടിപ്പ് ഒരു മിനിറ്റിൽ എത്രയാണ്? 70 മുതൽ 80 വരെയാണ്. ആരോഗ്യമുള്ള ഒരു മനുഷ്യന്റെ ഹൃദയമിടിപ്പ് ഒരു മിനിറ്റിൽ 70 മുതൽ 80 വരെയാണ്. അടുത്തത് താഴെ പറയുന്നവയിൽ ഹോർമോൺ അല്ലാത്തത് ഏത് എന്നാണ് ഓപ്ഷൻ. ചോദ്യം ഹോർമോൺ അല്ലാത്തത്. ടീച്ചർ തരാം ഓപ്ഷൻ ഇവിടെ എഴുതി വെക്കാം. അഡ്രിനാലിൻ. അടുത്തത് തൈറോക്സിൻ. അടുത്തത് ഏതാണ്? പെപ്സിൻ. ലാസ്റ്റ് വൺ ഈസ്ട്രജൻ. ഏതാണ്? ഈസ്ട്രജൻ. അപ്പൊ ഏതൊക്കെയാണ് തന്നക്കണ? അഡ്രിനാലിൻ തന്നുണ്ട്, തൈറോക്സിൻ തന്നുണ്ട്, പെപ്സിൻ തന്നുണ്ട്, ഈസ്ട്രജൻ തന്നുണ്ട്. ഇതിൽ ഹോർമോൺ അല്ലാത്തത് ഏതാണ്? പെപ്സിൻ ആണ് ഹോർമോൺ അല്ലാത്തത്. അപ്പൊ അഡ്രിനാലിനും തൈറോക്സിനും ഈസ്ട്രജനും ഒക്കെ തന്നെ ഹോർമോണുകളാണ് എന്ന് മനസ്സിലാക്കുക. ഇനി നമ്മുടെ ഭക്ഷണത്തിലെ പഞ്ചസാരയെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നത്
ഭക്ഷണത്തിലെ പഞ്ചസാരയെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നത് ഏതു ഹോർമോണാണ്? ഇൻസുലിനാണ്. ഭക്ഷണത്തിലെ പഞ്ചസാരയെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നത് ഏതാണ്? ഇൻസുലിനാണ്. ഭക്ഷണത്തിലെ പഞ്ചസാരയെ ഗ്ലൂക്കോസ് ആക്കി ആര് മാറ്റുന്നു? ഇൻസുലിൻ മാറ്റുന്നു. അടുത്തത് ഹൃദയ രോഗ ചികിത്സാ വിഭാഗം ഏതാണ്? അറിയാലേ? ഹൃദയരോഗ ചികിത്സാ വിഭാഗം ഏതാ? കാർഡിയോളജിയാണ്. ഹൃദയരോഗ ചികിത്സാ വിഭാഗം ഏതാണ്? കാർഡിയോളജിയാണ്. അടുത്തത് നോക്കൂ. ഗർഭസ്ഥ ശിശുവിൽ ആദ്യം വളരുന്നത് ഏത് അവയവമാണ്? ഗർഭസ്ഥ ശിശുവിൽ ആദ്യം വളരുന്നത് ഹൃദയമാണ്. ഗർഭസ്ഥ ശിശുവിൽ ആദ്യം വളരുന്ന അവയവം ഏതാണ്? ഹൃദയമാണ്. മനുഷ്യ ശരീരത്തിലെ രക്തപര്യന വ്യവസ്ഥയുടെ കേന്ദ്രം എന്നറിയപ്പെടുന്നത് ഏതിനെയാണ്? മനുഷ്യ ശരീരത്തിലെ രക്തപര്യന വ്യവസ്ഥയുടെ കേന്ദ്രം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഹൃദയത്തെയാണ്. എന്തിനെയാ കേന്ദ്രം എന്ന് വിളിക്കണേ? രക്തപര്യന വ്യവസ്ഥയുടെ അടുത്തത് ലോക ഹൃദയ ദിനം എന്നാണ്. ലോക ഹൃദയ ദിനം എന്നാ ലോക ഹൃദയ ദിനമായി ആചരിക്കുന്നത്? എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തിലെ അവസാന ഞായറാഴ്ച. സെപ്റ്റംബർ മാസത്തിലെ ലാസ്റ്റ് ഞായറാണ്, ലാസ്റ്റ് സൺഡേ ആണ്. സെപ്റ്റംബറിലെ ലാസ്റ്റ് സൺഡേ ആണ് ലോക ഹൃദയ ദിനമായി ആചരിക്കുന്നത്. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ഓക്സിജൻ നീക്കം ചെയ്യപ്പെട്ട രക്തം ഹൃദയത്തിന്റെ ഏത് അറയിലാണ്? ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ഓക്സിജൻ നീക്കം ചെയ്യപ്പെട്ട രക്തം ഹൃദയത്തിന്റെ ഏത് അറയിലാണ്? എവിടെയാണ്? വലത് ആറിക്കിളിലാണ്. ഹൃദയത്തിന്റെ വലത് ആറിക്കിളിലാണ്. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ഓക്സിജൻ നീക്കം ചെയ്യപ്പെട്ട രക്തം ട്ടോ. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിലെ 50 ചോദ്യം. മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള 50 ചോദ്യങ്ങളാണ് നമ്മളിന്ന് പഠിച്ചത്. വളരെ ഭംഗിയായിട്ട് പഠിച്ചു നോക്കിയാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. ടീച്ചർ ക്ലാസ് ഇഷ്ടമാവാൻ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതോടൊപ്പം ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഓരോ ദിവസം ടീച്ചർ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും.